UN പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൂക്കി വിളിച്ച ഐക്യരാഷ്ട്രസഭാ പ്രതിനിധികളും ഗ്യാലറിയും. പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പല രാജ്യങ്ങളുടെയും പ്രതിനിധികളിൽ ഭൂരിഭാഗവും ഇറങ്ങിപ്പോയി. ആ ദൃശ്യങ്ങളിലേക്ക്. ഇറാന്റെ നേതൃത്വത്തിലുള്ള അച്ചുതണ്ട് ഇസ്രയേലിനെ അസ്ഥിരമാക്കാൻ ശ്രമിക്കുകയാണ്. ഇറാന്റെ ഭീഷണി താനും ട്രംപും ചേർന്നില്ലാതാക്കി ഹമാസ് ബന്ദികളാക്കിയവരെ തിരിച്ചെത്തിക്കാതെ വിശ്രമിക്കില്ലെന്നും നെതന്യാഹു പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി പി ജെയിംസ്. ക്രിസ്റ്റീന, ഇവിടെ പ്രധാനമായിട്ട് നെതന്യാഹുവിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ടാണ് UN ജനറൽ അസംബ്ലിയിൽ കാര്യങ്ങൾ ആരംഭിച്ചത്. പ്രത്യേകിച്ച് നെതന്യാഹു വന്നപ്പോൾ തന്നെ ഇറാൻ അടക്കം നിരവധി ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിനിധികൾ കൂകി വിളിച്ച് ഇറങ്ങിപ്പോയി വാക്കൗട്ട് നടത്തി എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇത് സംഭവിച്ചിരുന്നു, പക്ഷേ ഇത്തവണ കൂടുതൽ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും കൂസാതെ അതിശക്തമായ ഭാഷയിലാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംസാരിച്ചത്. അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങിയതിൻ്റെ ഇടയ്ക്ക് ഹീബ്രുവിൽ അവിടുത്തെ ബന്ദികളായിട്ടിരിക്കുന്നവർ കേൾക്കാമെന്നുള്ള രീതിയിൽ ഗസയിൽ ഉച്ചഭാഷിണി വെക്കാൻ പറഞ്ഞിരുന്നു. ബന്ദികളോടും അതുപോലെ തന്നെ ഹമാസിനോടും നേരിട്ട് ഹീബ്രുവിൽ സംസാരിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഇത് വല്ലാത്ത ഒരു പുതിയ, നേരത്തെ ഇല്ലാത്ത അസാധാരണമായ രീതിയിലുള്ള നടപടിയായിരുന്നു. അതുപോലെ തന്നെ ഇറാനെതിരെ അതിശക്തമായ ഭാഷയിലാണ് സംസാരിച്ചത്. ഇറാൻ അവിടെ ന്യൂക്ലിയർ ത്രെട്ട്, വലിയ ആണവ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ 2-3 തരത്തിൽ ക്യുസിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ ചോദിച്ചു. അമേരിക്കയ്ക്ക് മരണ വാറന്റ് പുറപ്പെടുവിച്ചത് ആരാണ്? ഇറാൻ, ഹമാസ്, ഹൂതികൾ, ഹെസ്ബുള്ള, ഓൾ ദി അബവ്. ഇതിന് പറയുന്നത് എല്ലാവരും കൂടിയാണ്. വീണ്ടും അമേരിക്കക്കാരെ ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിയത് ആരാണ്? ഇറാൻ. ഇതുപോലെ അതേ സംഘടനകളുടെ പേര് പറഞ്ഞുകൊണ്ട് ചോദ്യോത്തര ശൈലിയിലാണ്. പിന്നെ എല്ലാ പ്രാവശ്യവും കാണിക്കുന്ന രീതിയിൽ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടും അവിടെ എവിടെയൊക്കെ തങ്ങളെ ആക്രമിച്ചവരുണ്ട്. നസ്രുള്ള ലെബനിൽ നിന്ന് നസ്രുള്ളതയെ ഇല്ലാതാക്കി, ഹൂതികളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇറാനിലെ 4 കമാൻഡർമാരെ ഞങ്ങൾ വധിച്ചു, സൈന്യാധിപന്മാരെ. ഞങ്ങൾക്കെതിരെ തിരിഞ്ഞവരെയൊക്കെ ഞങ്ങൾ വേട്ടയാടി കൊലപ്പെടുത്തി. ഹമാസ് കീഴടങ്ങുന്നതാണ് ഹമാസിന് നല്ലതെന്ന് ഹീബ്രുവിൽ പറഞ്ഞത്. ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വേട്ടയാടും, ഞങ്ങളുടെ ബന്ദികളെ വിട്ടയക്കുക. ഇങ്ങനെ തുടങ്ങി ഭീഷണിയുടെ ഭാഷയിലാണ് സംസാരിച്ചത്. അതിൻ്റെ അവസാന ഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റ്, തുടക്കത്തിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ച് തുടങ്ങിയ നെതന്യാഹു അവസാന ഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് സ്വതന്ത്ര പാലസ്തീൻ രാജ്യങ്ങളെ അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളെ പേരെടുത്ത് പറഞ്ഞ് അതിൽ ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ചു. നിങ്ങൾ ചെയ്യുന്നത് കാര്യങ്ങൾ അറിയാതെയാണ്, നിങ്ങൾ ടെററിസ്റ്റുകളെ സഹായിക്കുകയാണ്, ഭീകരവാദികളെ സഹായിക്കുകയാണെന്നുള്ള കുറ്റാരോപണം നടത്തി. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ, ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഉത്തരവുള്ളതുകൊണ്ട് ഈ ഇസ്രായേലിൽ നിന്ന് പറന്ന് ബെൻഗുറിയോൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പോയി പല രാജ്യങ്ങളെയും ഒഴിവാക്കിയാണ്, വ്യോമാതിർത്തികൾ ഒഴിവാക്കിയാണ് അദ്ദേഹം ന്യൂയോർക്കിലെത്തിയത്. തിങ്കളാഴ്ച ട്രംപുമായി കൂടിക്കാഴ്ചയുണ്ട്. എന്തെങ്കിലും പ്രധാന പ്രഖ്യാപനങ്ങൾ തിങ്കളാഴ്ച ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ടോൺ അനുസരിച്ച് ഹമാസ് കീഴടങ്ങാതെ ഇസ്രായേൽ ഗസയിലെ ആക്രമണം നിർത്തിവെക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെ നിൽക്കുകയാണ് ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.